ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് വൈജയന്തി വഴക്കുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ 22 വർഷമായിട്ട് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ 22 വർഷത്തിൻ്റെ കണക്ക് നീ പറയുന്നുണ്ടെങ്കിൽ ആരാണ് പൊട്ടനായത് ആരാണ് പൊട്ടിയായത് എന്നുള്ളത് നീ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അവളും ഞാനും കൂടി ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിന്നോട് പോകാൻ ഞാൻ പറയില്ല, പക്ഷെ നീ പോയാലും ഞാൻ എൻ്റെ മോളെ ഇറക്കി വിടൂല എന്ന് പറയുകയാണേ. നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ അവളും കൂടിയിട്ട് ഈ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാഗിക്കൊണ്ട് വൈജയന്തി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് വൈജയന്തിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. ഇതേ സമയം ബാലേന്ദ്രൻ സ്വപ്നം കാണുന്നത് പോലെ കാണിക്കുന്നുണ്ട്. നമ്മുടെ അലീനനെ ആരോ ഉപദ്രവിക്കാൻ വരുന്നതും അതുപോലെ ഒരു കുപ്പി പൊട്ടിച്ചിട്ട് അലീന കുത്താൻ നോക്കുന്നതൊക്കെ അത് ബാലേന്ദ്രൻ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലെ ആണ് ഫീൽ തോന്നുന്നത് കേട്ടോ. അങ്ങനെ വൈജയ്ക്ക് ആക്സിഡൻ്റ് ആയ സംഭവം ശിവനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ആരോ. അങ്ങനെ ശിവനോട് കമല പറയാണ് അവൾ വലത് കാലെടുത്ത് കുത്തിയ പോലെ തന്നെ വൈജയുടെ ജീവനും അപകടത്തിലായി എന്നൊക്കെ പറയുന്നുണ്ട്. ആ വിവരം തന്നെ മനുവിൻ്റെ അടുത്ത് വന്നിട്ട് കമല പറയുന്നുണ്ട് വൈജയ്ക്ക് ആക്സിഡൻ്റ് ആയി എന്ന്. അങ്ങനെ നമ്മളെ മനു വിളിച്ചിട്ട് ബാലേന്ദ്രനോടും വൈജയന്തിക്ക് ആക്സിഡൻ്റ് ആയ കാര്യം പറയാണ്. അതുപോലെ മനു വന്നിട്ട് അലീനനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ വൈജയനെ കാണാനൊക്കെ ആയിട്ട്. എന്തായാലും പ്രമോല് കാണിച്ചിട്ടുള്ളത് വൈജയ്ക്ക് ആക്സിഡൻ്റ് ആവുന്ന സംഭവങ്ങൾ എല്ലാവരും അറിയും. നമ്മുടെ രാജീവനും ശിവനൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തിയും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ബാലേന്ദ്രനും ആക്സിഡൻ്റ് ആയി എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിധരിച്ച് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.